സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ 6th ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് എറർ എന്ന് പറയുന്ന ലെസൻ്റെ തേർഡ് പാർട്ടാണ്. നമുക്ക് ലെസണിലേക്ക് പോവുകയാണെ. ഫിഗർ ഇറ്റ് ഔട്ട്. കട്ട് ഔട്ട് ദ ടാൻഗ്രാം പീസസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒടുവിലായിട്ട് ഇങ്ങനെ ഒരു ടാൻഗ്രാം ഉണ്ട്. ഇത് നിങ്ങൾ ഈ വരകളിലൂടെയെല്ലാം എന്ത് ചെയ്യണം? കട്ട് ചെയ്ത്, അതായത് ഈ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ദെൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ. ഫസ്റ്റ് വൺ, എക്സ്പ്ലോർ ആൻഡ് ഫിഗർ ഔട്ട് ഹൗ മെനി പീസസ് ഹാവ് ദ സെയിം ഏരിയ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഏതൊക്കെ പീസസിനാണ് സെയിം ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം. നോക്കിയേ, ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായിട്ട് പീസസിനായിരിക്കും സെയിം ഏരിയ ഉള്ളത്. ഇനി ഹൗ മെനി ടൈംസ് ബിഗർ ഇൻ ഷേപ്പ് ഡി ആസ് കമ്പയർഡ് ടു സി. സിയും ഡിയും എന്ത് ചെയ്യും? ഇതാണ് സി, ഇത് ഡി അല്ലേ. അപ്പോൾ ഈ രണ്ട് ഷേപ്പും കൂടെ നോക്കുമ്പോൾ വിച്ച് വൺ ഈസ് ബിഗർ? ഏതാണ് വലുത്? ഡി എന്ന് പറയുന്നതാണ് വലുത്. ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി, ഡി ആൻഡ് ഇ? ഈ സിയും ഡിയും ഇയും കൂടെയുള്ള, അതായത് ഈ മൂന്നെണ്ണം കൂടെയുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഡിയെ ഒന്ന് പകുതി വെച്ച് മുറിച്ച് നോക്കിയാൽ പെട്ടെന്ന് അതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാവും. കണ്ടോ? അതായത് ഇ ആണേലും സി ആണേലും എത്രയാണ്? ഡിയുടെ ഹാഫാണ്, ഹാഫ് ഓഫ് ഡി. മനസ്സിലായോ? അപ്പം സിയും ഇയും എന്താണ്? ഹാഫ് ഓഫ് ഡി. അല്ലെ, ഡി എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എന്നോ അല്ലെങ്കിൽ 2 ഇൻറ്റു സി എന്നോ നമുക്ക് പറയാൻ പറ്റും. ഇനി വിച്ച് ഷേപ്പ് ഹാസ് മോർ ഏരിയ, ഡി ഓർ എഫ്? ഡിയും എഫും, ഡിയും എഫും ഇതിലേതിലാണ് ഏരിയ കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ അല്ല, ഏരിയ. അകവശം എത്ര ഉണ്ടെന്ന ഉള്ളളവ്. ഇതിനെ നമ്മൾ ഡയഗണലി ഒന്ന് കട്ട് ചെയ്യുവാണേ. ഇതിനെങ്ങനെയും ഇതിനെങ്ങനെയും നോക്കിയേ. ഇപ്പം നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് നോക്കിയേ, അതിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതെന്താണ്? ഈ ഡി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നതും ഏരിയ ഈക്വൽ ആയിരിക്കും. അടുത്തത്, വിച്ച് ഷേപ്പ് ഹാസ് മോർ ഏരിയ, എഫ് ഓർ ജി? എഫും ജിയുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. എഫ് ആണോ ജി ആണോ? ജി ജി അല്ലേ, ഈ ജി എഫ് ഇതിലേതാണ് ഏരിയ കൂടുതലല്ലേ കുറവ് എന്നാണ് നമുക്ക് കാണണ്ടേ. ഇതും അതുപോലെ നമ്മൾ സെൻറ്ററിലൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്താൽ ലൈക്ക് ദിസ് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് നോക്കണം. അതായത് ഈ ഒരു ട്രയാങ്കിള്, പിന്നെ ഈ ഒരു ട്രയാങ്കിള്, ദെൻ ഈ ട്രയാങ്കിള്, ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഈക്വൽ ഏരിയ ഉള്ളതാണ്. വാട്ട് ഈസ് ഏരിയ ഓഫ് ഷേപ്പ് എ കമ്പയർഡ് ടു സി? അതായത് എ എന്ന് പറയുന്നതിൻ്റെ ഏരിയ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ, ഷേപ്പ് എ ആസ് കമ്പയർഡ് ടു ജി? ജി ഏതാണ്? ഇത്. ജിയെ അപേക്ഷിച്ച് എ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് കാണുമ്പോൾ എന്താ നോക്കിയേ, ഇത് ഇത്രയും വലിയൊരു ഇതാണ്, കണ്ടോ? ഇത്രയും. ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും നമുക്കിത്. ഉണ്ടോ? ഒരു റോംബസ് ആണ് ഈ തന്നിരിക്കുന്നത്, ഇതിൻ്റെ ഇരട്ടി, അതായത് ടോയ്സ് ആയിരിക്കും. ഇപ്പം ജി എന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പം തന്നെ അറിയാം, ജി എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഇരട്ടിയുണ്ട് എ. അപ്പം ടോയ്സ് ആയിരിക്കും. ഇതിൻ്റെ ആൻസർ നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് പഠിക്കുകയോ ഒക്കെ ചെയ്യാമേ. അടുത്ത, ക്യാൻ യു നൗ ഫിഗർ ഔട്ട് ദ ഏരിയ ഓഫ് എ ബിഗ് സ്ക്വയർ ഫോംഡ് ബൈ ഓൾ ദ 7 പീസസ് ഇൻ ടേംസ് ഓഫ് ഏരിയ ഓഫ് ഷേപ്പ് സി? അതായത് ഷേപ്പ് സി ഇല്ലേ, അതായത് ഇത് ഈ ഷേപ്പ് സി, ആ ഷേപ്പ് സിയുടെ ടേംസിൽ ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ഏരിയ എത്ര കാണും എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഷേപ്പ് സി കണ്ടോ, ചെറിയൊരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിനൊക്കെ നമുക്കൊരു 4ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? സിയുടെ അതേ അളവ് വരണമെങ്കിൽ ഇത് ഈ ഒരു എ ബി എന്ന് പറയുന്നതിന് ഒരു 4, അതായത് 4 ടൈംസ് ആയിരിക്കും. 4 ഇൻറ്റു സി ആയിരിക്കും ബി എന്ന് പറയുന്നത്. അതുപോലെ 4 ഇൻറ്റു സി ആയിരിക്കും എ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ജി എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു സി. അതുപോലെ ഡി എന്ന് പറയുന്നതും 2 ഇൻറ്റു സി. പിന്നെ എഫ് എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട് ലാസ്റ്റിലല്ലേ, അതെ. എഫ് എന്ന് പറയുന്നതും
എന്നാണ് 2 × C ആയിരിക്കും വലിപ്പത്തിൽ. അപ്പം മൊത്തം സിയുടെ ടൈംസിൽ പറയുമ്പോൾ ഇവിടെ ഒരു 4 4 4 8 9 ഡി എന്ന് പറയുന്നതും 2 എണ്ണം ഉണ്ട് അല്ലേ സിയുടെ ഇതിൽ വരുമ്പോൾ. അപ്പം 4 8 10 11 12 13 14 15 16. അപ്പം 16 ടൈംസ് ആയിരിക്കും 16 ടൈംസ് ആയിരിക്കും ഇത് കൂടുതൽ. അതായത് സിയുടെ ടൈംസിൽ പറയുമ്പോൾ കേട്ടോ, സി ഏറ്റവും ചെറുതാണ്. ആ സിയുടെ ടൈംസ് സിയും ഇയും സെയിം വലിപ്പം. ഡി എന്ന് പറയുന്നത് 2 × C എന്നാണ്. അത് എഫ് അതുപോലെ 2 × C. ജിയും 2 × C. എ എന്ന് പറയുന്നത് 4 × C ആണ്. ബിയും അതുപോലെ തന്നെ. അപ്പോൾ 16 ടൈംസ് ആയിരിക്കും അത് ഉള്ളത്. Then arrange these 7 pieces to form a rectangle. What will be the area of the rectangle in terms of area of shape C now? Give reason. ഇത് സെയിം ആണ്. ഇതിനെ നമ്മളൊരു ഈ മൊത്തം 7 പീസസിന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമുക്കൊരു സ്ക്വയർ ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നും ഇതൊരു റെക്റ്റാങ്കിൾ ഫോമിൽ വന്നാലും റെക്റ്റാങ്കിൾ ഫോം ആണെങ്കിലും സിയുടെ ടൈംസിൽ പറയുമ്പോൾ എന്താണ് 16 ടൈംസ് അല്ലേ. ഇത് റെക്റ്റാങ്കിളായിട്ട് അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളല്ലോ സിയുടെ ടേംസിൽ പറയുമ്പോൾ. അല്ലാതെ ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചേക്കുന്നത്. സ്ക്വയറിൽ ഇതിപ്പം ആദ്യത്തേത് സ്ക്വയർ ആക്കുന്നു, മറ്റേത് റെക്റ്റാങ്കിൾ ആക്കുന്നു. എങ്ങനെ ചെയ്താലും സിയുടെ ടേംസിൽ പറയുമ്പോൾ അത് 16 ടൈംസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആർ ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ ഫോംഡ് ബൈ ദീസ് 7 പീസസ് ഡിഫറെൻറ്റ് ഓർ സെയിം? ഗിവ് ആൻ എക്സ്പ്ലനേഷൻ. നമ്മൾ ഏരിയ ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു, 16 ടൈംസ് ആയിരിക്കും സിയുടെ ടൈംസ്. പക്ഷേ നമ്മളിതിനെ പെരിമീറ്റർ കാണുമ്പോൾ അതിൻ്റെ ഷെയ്ഡ്സ് വ്യത്യാസം വരും അല്ലേ. നമ്മളെപ്പോഴും പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ബൗണ്ടറിയാണ് നോക്കുന്നത്. ഇങ്ങനെയാണ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അല്ലേ. ഇപ്പോൾ ഇതിനെ 7 പീസസിനെ കൂടെ വെച്ച് ഒരു സ്ക്വയറാക്കി അല്ലേ. അടുത്തത് 7 പീസസും വെച്ച് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം അല്ലെ ബൗണ്ടറീസിനുണ്ടാകുന്ന വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ പെരിമീറ്റർ ഈക്വൽ ആയിരിക്കുമോ? ഒരിക്കലുമല്ല, പെരിമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസറും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് പഠിക്കുക. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഇത് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ ചെയ്യുന്ന ഫിഗേഴ്സ്, അതായത് ഒരു ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കാണേണ്ടത് ഇതൊരു ഗ്രാഫ് പേപ്പറിൻ്റെ ഒരു അളവാണ്. അത് ഇവിടെ ഈ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മളൊരു 1 സ്ക്വയർ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. സ്ക്വയർ യൂണിറ്റ്. അപ്പം നമ്മൾ ഓരോ സ്ക്വയർ യൂണിറ്റായിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഈ സ്ക്വയർ യൂണിറ്റിൽ ഈ ഫിഗർ വരുമ്പോൾ ഇതിന് പകുതി വരുന്നുണ്ടെങ്കിൽ അതൊരു ഹാഫായിട്ട് എടുക്കുക. ഇനി പകുതി കുറവേ ഉള്ളെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് പകുതി കുറവാണ്, ഇപ്പോൾ ഇത് ഒരു ഫിഗർ വരച്ചപ്പോൾ ഇത് പകുതി കുറവായി, ഇച്ചിരിമേ വന്നിട്ടുള്ളൂ ഉള്ളെങ്കിൽ അതെന്താണ്, അത് നെഗ്ലക്റ്റ് ചെയ്യുക. ഇനി പകുതി കൂടുതലുണ്ട്, അപ്പോൾ ഒരു 1/4 ഭാഗം ആ ഫിഗർ ഉണ്ടെങ്കിൽ, ഒരു 1/4 ഭാഗം ഉണ്ടെങ്കിൽ അതിനെ 1 ആയിട്ട് കൂട്ടണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ഇതിപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുവാണേ. നോക്കിയപ്പോൾ എത്ര എണ്ണം വന്നു? ഒരു കംപ്ലീറ്റ് സ്ക്വയേഴ്സ് വന്ന എത്ര ഉണ്ട്? നമ്മൾ കംപ്ലീറ്റ് സ്ക്വയേഴ്സ് വന്ന ആദ്യം നോക്കുകയാണേ. 1 2 3 കംപ്ലീറ്റ് സ്ക്വയേഴ്സ് വന്ന 3 എണ്ണം ഉണ്ട്. പിന്നെ നോക്കി ഒരു ഹാഫ് വന്നിട്ടുള്ള 1 2 ഹാഫ് കൂടെ വന്നിട്ടുണ്ട്, 2 × ഹാഫ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ഹാഫ് വരുമ്പോൾ 1 ആവും. അപ്പോൾ 3 + 1 എത്രയായി? 4 സ്ക്വയർ യൂണിറ്റാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത അതുപോലെ നമ്മൾ ചെയ്യുകയാണേ. ഉണ്ടോ? ഇതൊന്ന്, ഇത് നമുക്ക് ചെയ്യാൻ ഇതും അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഓരോന്നും എത്രയാണെന്ന്. കംപ്ലീറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ഇത്രയും വരുവാണെങ്കിൽ ഹാഫ്, അപ്പോൾ ഇത്രയും വരുവാണെങ്കിൽ ഫുൾ വരും. അപ്പോൾ ഇതൊരു സ്ക്വയർ യൂണിറ്റ്, ഇത് 2 3 4 5 6 7 8, പിന്നെ ഇവിടെ ഒരു 2 എണ്ണം വന്നിട്ടുണ്ട് ഹാഫിൻ്റെ. അതിപ്പോൾ 8 + 1, 2 ഹാഫ് ചേരുമ്പോൾ
1 9 സ്ക്വയർ യൂണിറ്റാണ് വരുന്നത്. ഇവിടെ ഇതുപോലെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ചെറിയൊരെണ്ണം വരുന്നുണ്ട്, ഇവിടെ അതുപോലെ ഇതെല്ലാം ഹാഫ് വെച്ച്, ഇത് 1 വെച്ച്, ഇതൊരു ഹാഫ്, ഇത് 1 2 then 3, ഇതൊരു ഹാഫ്. ഇനി നോക്കി, ഇവിടെ നമുക്കിങ്ങനെ വേണം ഇതെടുക്കാൻ, കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ എണ്ണി നോക്കുമ്പോൾ ഈ സ്ക്വയർ യൂണിറ്റുകൾ 1 2 3 4 5 6 7 സ്ക്വയർ യൂണിറ്റ് ഉണ്ട്. പിന്നെ 1 2 3 4 5 6 ഹാഫ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ +3 6 ഹാഫ് യൂണിറ്റ് വരുമ്പോൾ 3 വരും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇതതുപോലെ 1 2 3 ദെൻ ഇവിടെ അതുപോലെ, ഇവിടെ നോക്കി 2 3 ഇങ്ങനെ. അപ്പോൾ ഈ കിട്ടുന്നതെല്ലാം 4 ഡോട്ട്സ്, അതായത് ഈ 4 ഡോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന എല്ലാം സ്ക്വയർ യൂണിറ്റ് എന്ന് എണ്ണിക്കണം. 1 2 3 4 5 6 7 8. ഇപ്പോൾ 8 ഉണ്ട്. പിന്നെ നോക്കി, ഇത് ഡയഗണൽ വൈസ് മൊത്തം വരുന്നില്ലല്ലേ, നമുക്കറിയാം ഒരു പകുതി. ഇതിപ്പോൾ ഇത് മൊത്തം കൂടെ വരണത് ഇങ്ങനെ വരണമായിരുന്നു, ശരിയല്ലേ? പക്ഷെ ഇത് എന്താ വരുന്നത്, തിരിച്ചാണ്, ഡയഗണൽ വൈസ് ആണ് വരുന്നത്. അതായത് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കുന്നതന്നെ അവിടെയും 4 ഇത് വരുന്നുണ്ടോ, ഡോട്ട്സ് വരുന്നുണ്ടോ നോക്കണേ. 1 2 3 4 കണ്ടോ, ഇച്ചിരി നീട്ടിയാണെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്താണ് വരുന്നത്, 1 സ്ക്വയർ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാനും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ തരികയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.